അവരെ കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്തതാണ് അണ്ണൻ കല്യാണം കഴിക്കായിരുന്നത്. ഒരു കോളേജ് ലെക്ചർ ഉണ്ടായിരുന്നു എറണാകുളത്ത്, ആലുവ UC കോളേജ്. അവർ ആംഗ്ലോ ഇന്ത്യൻ സ്ത്രീയാണ് കോളേജിലെ. അവരാണ് യഥാർത്ഥ കഥാപാത്രം. അത് വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട് അണ്ണൻ. അതും പറഞ്ഞ് അപ്പച്ചി ക്രിസ്ത്യാനിയാവാൻ കിട്ടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പച്ചി ചൂടാവുന്ന അത് എൻ്റെ അടുത്തൊന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ എല്ലാവരും കൂട്ടി വായിച്ചായിരുന്നു. അണ്ണൻ ഇങ്ങനെ ഒരു ദിവസം പിണങ്ങിപ്പോയി. ജയൻ സാറ് പല രാത്രികളിലും അവർ സിനിമ ഷൂട്ട് സമയത്ത് ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഈ അനിയന്റെ കാര്യം പറഞ്ഞു. ജയൻ സാറിന് ഇങ്ങനെ ഒരു മകനേ ഇല്ല. ദൈവത്തിന് മുമ്പിൽ നമുക്കൊരു മനസ്സാക്കിയില്ലേ? അണ്ണന്റെ മോനാണ് നമുക്കെന്താ പറയാൻ വയ്യാത്തത്? നമ്മൾ അങ്ങനെയാണോ? അങ്ങനെ ആര് എതിർത്താലും ഞാൻ പറയും അണ്ണന്റെ മോനാണെന്ന് പറയും. നമസ്കാരം. D4Man ഫിലിം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അനശ്വര പറഞ്ഞതിനെ കുറിച്ചുള്ള ജെയിംസ് പറഞ്ഞ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ജെയിംസ് പറഞ്ഞ ജയൻ സാറിന്റെ ഇളയ അമ്മാവൻ ഡോക്ടർ K. രാമകൃഷ്ണപിള്ളയുടെ മകൻ ജയകുമാർ രാജാറാം സാറാണ് ഈ എപ്പിസോഡിൽ. കഴിഞ്ഞ എപ്പിസോഡിന്റെ തുടർച്ചയാണ്. തീർച്ചയായും ഈ എപ്പിസോഡ് കാണുന്നവർ അതിനു മുൻപുള്ള എപ്പിസോഡ് കൂടി കണ്ടതിന് ശേഷമേ ഈ പ്രോഗ്രാം കാണാവൂ. ശ്രീമതി EM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് എറണാകുളത്തുള്ളതാണ്. അത് നിസ്സാര കാര്യമൊന്നുമില്ല. അതിസുന്ദരിയായിരുന്നു ഞാൻ കേട്ടിട്ടുള്ളൂ. അങ്ങനെ എറണാകുളത്തുള്ള സുഹൃത്തുക്കൾ പലർക്കും അതറിയായിരിക്കും. അവരത് പറയട്ടെ. ഞാൻ അറിഞ്ഞിടത്തോളം വലിയൊരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വളരെ ഉയർന്നൊരു അധ്യാപികയായിട്ട് വർക്ക് ചെയ്തിരുന്ന അതിസുന്ദരിയായിട്ടുള്ള അണ്ണന്റെ മതമല്ലാത്ത അതേതാണെന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം ഒരാളുടെ ഐഡന്റിറ്റി അദ്ദേഹം ആ അമ്മ ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്, അല്ലെ ആ ചേച്ചി ഇപ്പം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അല്ലെ ജീവിച്ചിരിപ്പുണ്ട്, അത് മോശമാണ് നമ്മൾ പറയുന്നത്. അവരുടെ ഐഡന്റിറ്റിയെ ബാധിക്കുന്ന പ്രശ്നമാണ്. നമുക്കൊരു ഔചിത്യം വേണ്ടത്. അപ്പൊ അത് ഒരു സമയത്ത് ഞാൻ അണ്ണൻ കോളേജിൽ വീട്ടിൽ വന്നിട്ട് അണ്ണൻ പിണങ്ങി ഇറങ്ങുന്നുണ്ട്. ദേഷ്യമല്ല, അമ്മയെടുത്ത് അങ്ങനെ അതാണല്ലോ ഒരു അണ്ണന്റെ സോഫ്റ്റ് കോൺ എന്ന് പറഞ്ഞാൽ അണ്ണൻ്റെ അമ്മയും അണ്ണൻ്റെ സ്വന്തം അനിയനുമായിരുന്നു. അത് വിട്ടൊരു ലോ അണ്ണൻ ഇല്ലായിരുന്നു. അനിയൻ എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞിനെ പോലായിരുന്നു അണ്ണൻ നോക്കുന്നത്, സ്വന്തം അനിയനെ പോലെ. മനസ്സിലായി? അപ്പൊ ഇങ്ങനെ വന്നിട്ട് ഒരു ദിവസം അണ്ണൻ പോയതിന് ശേഷം അണ്ണൻ ഇച്ചിരി ഒരു പെട്ടെന്ന് ദേഷ്യപ്പെട്ടു. സ്പീഡിൽ പോകുന്ന ഞാൻ കണ്ടു. പോയിട്ട് അപ്പച്ചി തൊട്ട് പറയാൻ ഇറങ്ങി വന്നിട്ട് സ്വന്തം ആത്മകഥ പോലെ എന്നോടല്ല പറയുന്നു. അപ്പച്ചി ഇങ്ങനെ പറയുന്നുണ്ട്, അവര് ക്രിസ്ത്യാനി ഞാൻ ആ മതം പറഞ്ഞു പോയി, അവന് ക്രിസ്ത്യാനിയെ കെട്ടണം പോലും ഇവിടെ നടക്കത്തൊന്നുമില്ല. അയാൾക്ക് കെട്ടണമെങ്കിൽ കെട്ടി അവരോട് പോയി താമസിക്കട്ടെ, ഇങ്ങോട്ട് വരികയൊന്നും വേണ്ട. പക്ഷെ ഒരിക്കലും അമ്മ ചെയ്യത്തില്ല. ആ മാതൃഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം പോലും ആ കുഞ്ഞ് ചെയ്യത്തില്ലേ. എനിക്ക് നല്ലോണം അറിയാം. അവർ തമ്മിലുള്ള കെമിസ്ട്രി ഞാൻ നല്ലോണം കണ്ടിട്ടുള്ളതാണ്. ദൈവത്തെ പോലെ ആരാധിക്കുന്ന അമ്മയെ ദൈവത്തെ പോലെ ആരാധിക്കുന്ന മകനെ ഈശ്വരനെ പോലെ കരുതുന്ന അമ്മ, അത് വല്ലാത്തൊരു കെമിസ്ട്രിയാണ്. അവർ തമ്മിൽ ഇരിക്കത്ത് മാത്രമേ ഇതുള്ളൂ. അങ്ങനെ പരസ്പരം പോകുന്നു. അപ്പൊ അതിനിടയ്ക്ക് ഈ മകൻ ഇങ്ങനൊരു ഇഷ്ടമുണ്ടെങ്കിൽ അത് തൻ്റെ മാമൂലിന്, തൻ്റെ പാരമ്പര്യത്തിന്, അല്ലെങ്കിൽ തൻ്റെ ബന്ധുക്കളുടെ അല്ലെങ്കിൽ തൻ്റെ ഒരു ഉണ്ടല്ലോ ചില വിശ്വാസ പ്രമാണങ്ങൾക്ക് ശരിയല്ല എന്ന് അമ്മയ്ക്ക് ഒരു കണിശം തോന്നിയത് കൊണ്ട് ആ ഒരു ത്യാഗം അനുഭവിച്ചോണം. അത്രേ ഉള്ളൂ. അന്ന് വയ്യാത്തോണ്ടെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നില്ല. അതാണ് അണ്ണൻ്റെ നിലപാടായിരുന്നത്. അല്ലാതെ അണ്ണൻ ആരെങ്കിലും പേടിച്ചിട്ടോ അമ്മയോടുള്ള അത് അമ്മയോടുണ്ട് അതിയായ ബഹുമാനവും സ്നേഹഭക്തിയും ഒക്കെ ഉള്ളത് കൊണ്ട് അമ്മയെ വേദനിപ്പിക്കുക. അതാണ് അവിടെ സംഭവിച്ചുള്ള കാര്യം. അല്ലെങ്കിൽ അണ്ണൻ കല്യാണം കഴിച്ചതിനായിരുന്നു. അതിവിടെ കൊല്ലത്തിനും ആരുമില്ല. പഠനത്തിട്ടാണ് വളരെ അപൂർവമായിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. അണ്ണൻ ചെറുപ്പത്തിൽ തന്നെ 10-14 വയസ്സുള്ളപ്പം തന്നെ 10ാം ക്ലാസ് പോലും പൂർത്തിയാക്കാതെ ബോയ്സ് നേവിയിൽ ഏറ്റവും NCCയുടെ നല്ല കേഴത്തായിരുന്നു. അറിയോ? ഏറ്റവും നല്ല സ്പോർട്സ്മാനായിരുന്നു. അണ്ണൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ നല്ല കലാകാരനാണ്. നാടകത്തിൽ അഭിനയിക്കുമായിരുന്നു. നല്ല സ്കൂളിൽ തന്നെ ഈ പോളച്ചേറാമേൻ്റെയൊക്കെ കുസ്തി കണ്ടിട്ട് അന്ന് കൊല്ലത്ത് വളരെ പ്രശസ്തനായിട്ടുള്ള ആൾക്കാരെ പോളച്ചേറാമന് എന്തൊരു വടക്കേ ഇന്ത്യയിൽ വേറൊരു കുസ്തി ഉണ്ട്, എന്തൊരു പേര് പറയാം, പേര് ഞാൻ മറന്നുപോയി. അപ്പൊ ഇവരെയൊക്കെ കുസ്തി ഒരിക്കലും അപ്പച്ചപ്പനുമായിട്ട് ഈ മകൻ പോയി കണ്ടിട്ട് സ്കൂളിൽ അതുപോലെ വേറെ കൂട്ടുകാരുമായിട്ട് കുസ്തി പിടിച്ചിട്ട് അത് ആൾക്കാർ ധാരാളം പേര് കാണാമെന്ന് പറയുന്നു. അണ്ണൻ നാടകത്തിൽ പെൻവേഷം കിട്ടുന്നുണ്ട്. ഒരു SI ഒരു പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പെണ്ണാണെന്ന് വിചാരിച്ചിട്ട് അണ്ണൻ പറഞ്ഞു ഞാൻ പെണ്ണല്ല. അത്രയും സൗന്ദര്യമുള്ള ഒരു കുഞ്ഞായിരുന്നുള്ളതാണ്. മനസ്സിലായില്ല? അപ്പം അവരുടെയൊക്കെ ആ ഒരു ഇഷ്ടതലങ്ങൾക്ക് അപ്പുറത്തേക്ക് അണ്ണനെ തന്നെ അറിയുന്നവര്, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അപ്പൊ അവർക്കിടെയൊക്കെ ഇടയിൽ മോശമാകുന്ന ഒരു പ്രവൃത്തി അണ്ണൻ ചെയ്യത്തില്ല, ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ ഈ ഞാൻ പറഞ്ഞ ശ്രീമതി എമ്മിനെ അണ്ണൻ
കല്യാണം കഴിക്കുകയായിരുന്നു. അതാണ് വേറെ ഒന്നും നിങ്ങൾ കേൾക്കുന്ന ഒന്നും ശരിയല്ല. പിന്നെ അവരും പറഞ്ഞാണ് ഓക്കെ. പക്ഷെ എൻ്റെ അറിവ് വെച്ചിട്ട് ആ മാഡം അവരുടെ അവസാന കാലം വരെ വിവാഹിതയായിട്ടില്ല. എൻ്റെ അറിവ് വെച്ചിട്ട്, എൻ്റെ അറിവ് അങ്ങനെയാണ്. അടുത്ത കാലം വരെ ഉണ്ടായിരുന്ന ആൾ അറിഞ്ഞത്, ഇപ്പം അടുത്ത കാലത്ത് അറിഞ്ഞ് അവർ മരിച്ചു പോയെന്നാണ് അറിഞ്ഞത്. അവർ അവിവാഹിതയായിട്ട് തുടരുകയായിരുന്നു. അവരപ്പം വേണ്ട അമ്മയുടെ നിർബന്ധം. പിന്നാണ് മനസ്സ് മാറുന്നത്. പിന്നെ സിനിമ ഒരു കല്യാണം കഴിക്കാം. അപ്പോൾ മഹാബലിപുരത്ത് വീടാണ്. ഞാൻ നേരത്തെ പറയുന്നുണ്ട്, 10 ലക്ഷം രൂപയ്ക്ക് വീട് വാങ്ങിക്കുന്നുണ്ട്, 75,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അണ്ണൻ എന്നോടൊന്നും പറയുന്നുണ്ട്. പിന്നെ ചില വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്നെ അണ്ണൻ വഴക്ക് പറയുന്നതായിട്ട് അണ്ണം എന്ന് പറയുന്നുണ്ട്. എടാ ഞാനിങ്ങനെ എനിക്ക് ഒരുപാട് ആലോചനകളൊക്കെ വരുന്നുണ്ട്, പിന്നെ ആ ചിലപ്പോൾ അണ്ണൻ ഏതെങ്കിലും ഒന്ന് സെറ്റിൽ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോഴേക്കും എന്താ അതിനുള്ള സാവകാശം പുള്ളിക്ക് കിട്ടണ്ടേ? ഈ കല്യാണത്തിനെ കുറിച്ച് ആലോചിക്കാനോ. അപ്പൊ അമ്മ പറഞ്ഞു, അല്ലെങ്കിൽ മറ്റൊരു സമ്മതിച്ചു കൊടുത്തതാണ്, അല്ലെങ്കിൽ കൃഷ്ണനായർ നിങ്ങൾ ഇങ്ങനെ മാറി നിൽക്കേണ്ട, കല്യാണം കഴിക്കുന്നു. ചിലപ്പോൾ അണ്ണൻ കല്യാണം കഴിച്ചാൽ അവർ കല്യാണം കഴിച്ചതന്നെയായിരുന്നു. ആ മേളും അണ്ണനപ്പം തന്നെ സിനിമയിൽ വരുന്നതിന് 39-40 വയസ്സൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ജയന്റെ ആരാധകരായിട്ടുള്ള ഈ സമൂഹം ഒരു കാര്യം ചെയ്യണം, ഈ അണ്ണന്റെ വ്യക്തിത്വത്തെ മോശപ്പെടുത്തുന്നൊരു കാര്യം, അത് ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് എന്തുമാത്രം, ഞാൻ ഉൾപ്പെടെ വരുന്ന അംഗങ്ങൾക്ക് എന്തുമാത്രം ദുഃഖം ഉണ്ടെന്നറിയോ? ചിലരിപ്പം പറയുന്നുണ്ട് DNA ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ വെല്ലുവിളി നടത്തുന്നുണ്ട്. ഇവിടെ ആരോടാ വെല്ലുവിളി? എന്തിനാ വെല്ലുവിളി? ഇപ്പം സ്വന്തം വീട്ടിൽ പരിശോധിക്കാമല്ലോ. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മകനല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? എൻ്റെ സഹോദരങ്ങളുമായിട്ട് ഞാൻ, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ എൻ്റെ അമ്മയുടെ DNA ആയിട്ട് എനിക്ക് ടെസ്റ്റ് ചെയ്യാമല്ലോ. അത് ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ അല്ല, അല്ലെങ്കിൽ എൻ്റെ അമ്മ പറഞ്ഞ, അല്ലെങ്കിൽ എൻ്റെ അമ്മ കല്യാണം കഴിച്ച ആളല്ല എൻ്റെ പിന്നെ അച്ഛൻ എന്ന് എനിക്ക് ഉറപ്പിക്കാമല്ലോ. അതല്ലേ ആദ്യം നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും കരണീയമായിട്ടുള്ള, ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യങ്ങൾ. അല്ലെ സ്വന്തം സഹോദരൻ ജീവിച്ചിരിപ്പുണ്ട്, അവരുമായിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവുമല്ലോ. അല്ലാതെ ഈ ചുമ്മാ ഈ ഗോസിപ്പ് കാണിക്കുന്നതാണോ, അല്ലെങ്കിൽ ചുമ്മാ ലൂസ് ടാക്ക് നടത്തുന്നതാണോ, യാതൊരു ഉത്തരവാദിത്തം ആൾക്കാർ പറയുന്നതൊക്കെ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഒന്ന് വർത്താനം പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അതെന്താ? അത് കോടതി നിശ്ചയിക്കേണ്ട കാര്യമോ? ഇല്ലേ? ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി വന്നു കഴിഞ്ഞാൽ ആരാണ് നമ്മളാണ് നിശ്ചയിക്കേണ്ടത്? അല്ലെങ്കിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ വേണമായിരുന്നു വലിയ വെല്ലുവിളി നടത്തുന്ന ആൾക്കാരുടെ ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ പറയുന്നത് നിങ്ങളെൻ്റെ അച്ഛനാവും എന്ന് എൻ്റെ അമ്മ പറയുന്നു. ആ ചങ്കുറ്റ കാണിക്കട്ടെ. അല്ലെങ്കിൽ അനിയൻ ജീവിച്ചിരിക്കുമ്പോൾ പറയണമായിരുന്നു. ബാക്കി അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അനിയന്റെ മക്കളോ എന്ത് വിളിച്ചെന്നാ പറയുന്നത്? എന്നിട്ട് അവരെയൊക്കെ ആ കുടുംബത്തെ മൊത്തം കഴിവാരത്തേക്ക് ചെയ്തിട്ടുള്ളതാണ്. എത്ര ഉന്നതമായ വ്യക്തിത്വങ്ങളുള്ള ഒരു വീടാണെന്നറിയോ ആ ജയന്റെ കുടുംബം എന്ന് പറയുന്നത്. ഒത്തിരി പിന്നെ IAS ഉൾപ്പെടെയുള്ള ആൾക്കാർ ആ വീട്ടിലുണ്ട്. ഒത്തിരി ഔട്ട്സ്റ്റാൻഡിങ് എഞ്ചിനീയേഴ്സ് ഉണ്ട്, ബാങ്ക് മാനേജേഴ്സ് ഉണ്ട്, കോളേജ് ലെക്ചറേഴ്സ് ഉണ്ട്, പിന്നെ ഡോക്ടേഴ്സ് ഉണ്ട്. എത്ര ഔട്ട്സ്റ്റാൻഡിങ് പേഴ്സണാലിറ്റീസ് എല്ലാം വളരെ പേരെടുത്തുള്ള. ഇവരാരും എന്താണ്, അവരെല്ലാം ഞാൻ ഉൾപ്പെടെ വളരെ, ഞങ്ങൾ ഈ സമാധാനം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, വളരെ ശാന്തചിത്തരാണ്. രാജ്യത്തെ നിയമവും പൗരന്മാരെയും സമൂഹത്തെയൊക്കെ പേടിച്ചും പിന്നെ എല്ലാവരെയും അംഗീകരിച്ചും ജീവിക്കുന്ന ആൾക്കാർ. നമുക്ക് ഇങ്ങനെയുള്ള കോൺട്രവേഴ്സി ആയിട്ടോ അല്ലെങ്കിൽ വിവാദങ്ങളായിട്ടോ ഒന്നും പോകാൻ നമുക്ക് താല്പര്യമില്ല. കാരണം ഞങ്ങൾക്ക് ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ കാര്യം സമൂഹത്തിൽ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ മെച്ചം ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്തു പോവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു താല്പര്യം. അതുകൊണ്ട് ഞാൻ എൻ്റെ കസിൻസ് പലരുമായിട്ട് ചോദിച്ചപ്പോൾ വിടേ എനിക്കില്ല വേറെ തൊഴിലൊന്നുമില്ല ചോദിച്ചിട്ടുണ്ട്. ചീള് കേസിന് കളയുടെ ആർക്കാ എന്താ പറയാൻ വയ്യാത്ത, അത് ആർക്കാ അറിയാൻ വയ്യാത്ത. ചിലപ്പോൾ ആയിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും കസിൻസ് ആയിരിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അണ്ണൻ്റെ അല്ല 100% കാര്യം ഈ മനുഷ്യൻ അങ്ങ് മൊബൈലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ വ്യക്തമാവുന്ന ഒരു കാര്യമാണ്. കാര്യം ഈ പുള്ളി ആ സമയത്ത് ഇല്ലെന്നേ, വല്ലപ്പോഴാണ് വരുന്നത്. അങ്ങനെ ഏറ്റവും അടുത്തറിയാവുന്ന വ്യക്തിത്വങ്ങൾ ഒന്ന് കുണ്ടറ തമ്പിയാ, അടുത്ത സുഹൃത്താണ്. ഒന്ന് ആ വീട്ടിലെ സന്തോഷാചാരിയായിരുന്ന ബാലകൃഷ്ണ ചേട്ടനാണ്. ഈ അവർ അടുത്ത ബന്ധുക്കൾ അവരാ. അല്ലെങ്കിൽ തൊട്ടടുത്ത് പൊടിയാണെന്ന് പറഞ്ഞ ഒരു ന്യൂ ഇന്ത്യ ആക്സിഡൻസ് ഉണ്ടായിരുന്നു, അടുത്ത സഹകരിക്കുന്ന ബന്ധുവാണ്. അല്ലെങ്കിൽ അവിടുത്തെ കൗൺസിലറായിരുന്ന ദേവകുമാർ എന്തോ പറഞ്ഞോട്ടോ ഒരു അങ്ങനെ ബന്ധു തന്നെയാണ്. അവരുടെ ആരുമായിട്ട് പിന്നെ ഒരു തയ്യക്കാരൻ ഉമാനായർ, സിനിമ തിരുനാട് ഉമാനായരുടെ ഒരു വകയില അമ്മാവനായിട്ട് വരും. വകയിലല്ല, സ്വന്തം വലിയ അമ്മാവനായിട്ട്, അച്ഛൻ്റെ അമ്മാവനായിട്ട് വരുന്ന ഒരു വ്യക്തി, അണ്ണനുമായിട്ട് അടുത്ത സുഹൃത്തായിരുന്നു അദ്ദേഹം, തയ്യക്കാരനായിരുന്നു. അദ്ദേഹമായിട്ട് പറയണം. അല്ലെങ്കിൽ അദ്ദേഹം അണ്ണൻ്റെ ജീവിതത്തിൽ വർഗീസാറുണ്ട്. അണ്ണൻ്റെ ബേബിയാടുമായിട്ടല്ല വർഗീസാറിന് കൂട്ട്, അണ്ണൻ്റെ അനിയനായ സോമൻ നായരുമായിട്ട് അടുത്ത് പഠിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം അനിയനെ പറഞ്ഞറിയുന്നു, ഞാൻ അവിടെ ആ വീട്ടിൽ ഇത്രയും നാൾ നിന്നിട്ട് ഇത്രയും സഹകരിച്ചിട്ട് എൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും
ഒരു ഗോസിപ്പ് പെട്ടിയിൽ കാണത്തില്ലേ? ഇങ്ങനെ അണ്ണന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ശ്രീമതി എമ്മുമായിട്ട് ഇഷ്ടമാണ്, എങ്ങനെയായിരുന്നു? അത് പരാമർശം വന്നു. ഇപ്പം എറണാകുളത്ത് താമസിക്കുമ്പോൾ തന്നെ അവിടുത്തെ വലിയൊരു ജില്ലാ അധികാരിയുടെ ഭാര്യയെ അണ്ണന്റെ ഒരു പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവർ വീട്ടിൽ വിളിക്കുന്നു. അവർക്ക് അണ്ണനോട് വലിയ ഇഷ്ടമായിരുന്നു, വലിയ ആരാധനയായിരുന്നൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ കുഞ്ഞുനാൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പൊ കൊല്ലത്ത് തന്നെ ഒന്ന് രണ്ട് ഒരു ബ്രാഹ്മണസ് ഉൾപ്പെടെ ആ അണ്ണന് ഇഷ്ടമായിരുന്നു, അല്ലെ അണ്ണനെ ഇഷ്ടമായിരുന്നുള്ള മനുഷ്യന്മാർ തമ്മിൽ അങ്ങനെയല്ല ഇഷ്ടം ഉണ്ടാകത്തില്ലേ? അപ്പൊ അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള വ്യക്തിത്വ സവിശേഷതയുള്ള ഈ പറഞ്ഞ ആൾക്കാർക്കെല്ലാം ഉണ്ടായിരുന്നുള്ളതാണ്. മനസ്സിലായി? അപ്പൊ അത് ആണ് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ആ വിവരങ്ങളാണ് പങ്കുവെക്കാൻ പറ്റുന്നത്, അല്ലാതെ ഇങ്ങനെയുള്ള എല്ലാ ആവശ്യമില്ലാതെ ഫേബ്രിക്കേറ്റ് ചെയ്തുള്ള എന്ത് മെച്ചം ഉണ്ടാവാനാണ്? ആ കുടുംബം മൊത്തം വിഷമിക്കുകയാണ്. ഞാൻ ഉൾപ്പെടെ സത്യം പറയാൻ ഒരു ഭീഷണിയാണ് നമുക്ക്. നമുക്കൊരു സത്യം വിളിച്ചു പറയാൻ പോലും ഒക്കത്തില്ല. ഈ രാജ്യത്തിന് നിയമവ്യവസ്ഥയില്ലേ? ഈ നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടല്ലേ ഒരു കുടുംബത്തിനെ അല്ലെ ഇത്രയും ഔട്ട്സ്റ്റാൻഡിങ് ഒന്ന് ആലോചിച്ച് നോക്ക്. ജയനായത് എങ്ങനെയാണ്? ആരെങ്കിലും ഒരു നേരത്തെ ആഹാരം കൊടുത്തിട്ടാണോ ജയനായത്? ആ ജയനാവുന്നതിന്റെ പുറകിൽ ഒരു പാരമ്പര്യമുണ്ട്. ആ ജയനാവുന്നതിന്റെ പുറകിൽ ആ ജയനെ വളർത്തിയ ആ മാതാപിതാക്കളുടെ ഒരു വലിയ പങ്കുണ്ട്. ഇല്ലേ? അല്ല, സുപ്രഭാതത്തിലാവും. എന്താ ആവാത്ത എത്രയോ പേരുണ്ട്, പേശ്വാസാവുന്നു. ഇതെങ്ങനെ ആവുന്നു? അദ്ദേഹത്തിന്റെ പുറകിൽ ഒരു പാരമ്പര്യമുണ്ട്. വലിയൊരു ഭാഗവതരുടെ മകനാണ്. അദ്ദേഹത്തിന്റെ പിന്നെ വ്യക്തിത്വത്തിന്റെ സവിശേഷതയുണ്ട്. യാതൊരു ദൃശ്യവും ഇല്ലാത്ത ഒരു മനുഷ്യനെ വിശ്വാസം. ഇപ്പോഴും ആ ശബ്ദം അല്ലേ മലയാളികൾക്കെല്ലാം ഹരമായിട്ടുള്ള ആ ശബ്ദം, നമ്മൾ ദൈവത്തെ പോലെ അദ്ദേഹത്തെ ആരാധിക്കുന്നു. അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ഗിഫ്റ്റാണ്. അപ്പം ഈ മനുഷ്യ പിന്നെ കുലത്തിന്റെ ഈ യാത്രയിൽ വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെയുള്ള അവതാര പുരുഷന്മാര് സമാനമായിട്ടുള്ള ജന്മങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനെ ഒരു സവിശേഷം അണ്ണൻ തന്നെ എത്ര ത്യാഗം അനുഭവിച്ചിട്ടാണ് അണ്ണൻ ആ വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു ദുശീലത്തിലും പെടാതെ. ഞാനാ പറഞ്ഞേ, അണ്ണൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അണ്ണന്റെ സ്ട്രെങ്ത് ഓഫ് ക്യാരക്ടറാണ്. അണ്ണൻ ഉഴപ്പുന്ന ഒരു മനുഷ്യനാണ്. ഒരിക്കലും സിനിമാ രംഗത്ത് ഇരുന്ന് ശീലങ്ങൾ പാലിക്കാതിരിക്കുമോ? ഞാനൊരു ഇങ്ങനെ മോശമായിട്ട് പിന്നെ സ്ത്രീകളെ പറയാൻ പോകുന്ന ഒരു മനുഷ്യനാണ്, അല്ലെ മദ്യപാനിയായ ഒരു മനുഷ്യനാണ്, അല്ലെ സുഹൃത്ത് വയ്ക്കുന്ന ഒരു മനുഷ്യനാണ്, ദുസ്വഭാവമുള്ള ഒരു മനുഷ്യനാണ്, വക്രതയുള്ള ഒരു മനുഷ്യനാണ്, സത്യമില്ലാതെ ധർമ്മമില്ലാതെ ജീവിക്കുന്ന മനുഷ്യനാണ്. സിനിമാ രംഗം അറിയാമല്ലോ, എല്ലാം ഇല്ലേ നല്ല ഔട്ട്സ്റ്റാൻഡിങ് പേഴ്സൺ, നല്ല കഴിവുള്ള വലിയൊരു സമൂഹം, ലൈറ്റ് ബോയ്സ് മുതൽ സംവിധായകൻ വരെ അല്ലെ അഭിനേതാവ് വരെ വലിയ കഴിവുള്ള ഒരു സമൂഹം ഇടപെടുന്നൊരു ഫീൽഡാണ്. അവിടെ ഒരു കള്ളനാണയത്തൊന്നും പിടിച്ചിരിക്കാൻ പറ്റില്ല. അവിടെ കഴിവ് മാത്രമാണ് അവിടെ മാനദണ്ഡം. അപ്പൊ അത്രയും മഹാരഥന്മാർ, തൃക്കുറിശിയെ പോലെ, മധുവിനെ പോലെ, സത്യനെ പോലെ, കൊട്ടാരക്കര ശ്രീധരന്മാരുള്ള മഹാരഥന്മാർ വിലസുന്ന, അല്ലെങ്കിൽ സുമാരനെ പോലെ, സോമനെ പോലുള്ള മഹാരഥന്മാർ വിലസുന്ന ഒരു സമയത്ത് സുപ്രഭാതത്തിൽ 2-3 വർഷം കൊണ്ട് അവരെ എല്ലാം കാത്തി സാക്ഷാൽ പ്രേംനസീറിന്റെ പേര് ഞാൻ പോയി. അദ്ദേഹം ഭയങ്കര കൂട്ടായിരുന്നു, അദ്ദേഹം ഏറ്റവും ഇഷ്ടമായിരുന്നു. അണ്ണനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ സാക്ഷാൽ പ്രേംനസീറിന് അറിയും. അത്ര ആത്മസുഹൃത്തുക്കളായിരുന്നു. അണ്ണനെ സിനിമയെ കൊണ്ടുവന്നുള്ള ജോസ് പ്രാജ് സാറുണ്ട്, അദ്ദേഹം അറിയും. സുകുമാരനെ അറിയും, അല്ലെ മല്ലിക സുകുമാരനെ അറിയും, സീമയെ അറിയും, ആര് പറഞ്ഞാലും ജയഭാരതി അറിയും, അല്ലെ കമലഹാസൻ അറിയും, അല്ലെ പോട്ടെ, ഇവരെല്ലാം പോട്ടെ, ശ്രീകുമാരൻ തമ്പി അണ്ണനുമായിട്ട് വളരെ ഇഷ്ടം പങ്കെടുത്തൽ, അല്ലെ സംവിധാനങ്ങളുടെ ജോഷി, അല്ലെ ജേസി, എത്രയോ വലിയ വലിയ ഔട്ട്സിനാ. അവർക്ക് ആർക്കും അറിയാത്ത കുറച്ച് കാര്യമാണ് ചിലരെ കൊണ്ടുവരുന്നത്. പത്രവാർത്തകൾ നമ്മൾ ഞാൻ ശ്രദ്ധിച്ചു. അതിനകത്തൊരു സിനിമ പറയുന്നുണ്ട്, ജയൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇങ്ങനൊരു മകനുണ്ടെന്ന്. ഭഗവാനെ ഞാനത് കേട്ടപ്പോണ്ടത് സത്യം പറയാം, അവരെ സിനിമ കാണുന്ന അത് തന്നെയാണ് അവരുടെ ജീവിതത്തിലും. ആ ആശാട്ടി എന്നോട് പറഞ്ഞു, ഞാൻ പറയാതിരിക്കുന്ന എന്നോട് പറഞ്ഞ അദ്ദേഹം പറയാൻ കാരണമുണ്ട്. കാര്യം അനിയണ്ണൻ അവസാനം ഞാൻ പറഞ്ഞല്ലോ വല്ലപ്പോഴൊക്കെ വീട്ടിൽ വരുമായിരുന്നു. അപ്പം വീട്ടിൽ വരുമ്പം സന്ധ്യയ്ക്ക് ഒരു 1997-98 കാലഘട്ടത്തിലാണ് അനിയണ്ണൻ ജയൻ്റെ അനിയൻ അടൂരുണ്ട്. അപ്പം അദ്ദേഹം അവിടെ വരുമ്പോഴേ പിന്നെ 1-2 പ്രാവശ്യം ഇവർ ശ്രദ്ധിച്ചു. എന്നോട് ചോദിച്ചാൽ ആരാണ്? അപ്പം അണ്ണനോട് ചോദിക്കാം. അപ്പം അണ്ണ എന്നോട് പറഞ്ഞേടാ ഇന്നാല് എന്നോട് ചോദിച്ചു ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ അവർ കള്ളത്തിൽ ഇരിച്ചിട്ട് പോയിരുന്നു. അപ്പം ഞാനത് അറിയുന്നില്ല, പിന്നാണ് അത് പറയുന്നത്. എന്നോട് ചോദിച്ചു, ഞാൻ ഇന്നാലെ എൻ്റെ കസിനാണ് എന്ന് ഞാൻ പറഞ്ഞു. അത് ഏതാവൻ കിഴിച്ചു ചോദിച്ചാൽ ഞാൻ ഐഡന്റിറ്റി പറഞ്ഞു. ഓ അങ്ങനാന്നോ, ജയൻ അനിയനാന്നോ? ഓ ഞാൻ പറഞ്ഞു അതെ. ഞാൻ പറഞ്ഞു വന്ന ഇതേ ഉള്ളൂ.
അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ഒരു സിനിമയിൽ മാമാങ്കോ അങ്ങനൊരു സിനിമയാണ്, വടക്കൻ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമയിൽ നവോദയയാണെന്ന് തോന്നുന്നു, അത് മറ്റേ ഏതോ ഒരു സിനിമയിൽ ഒരു സെറ്റ് വെച്ച് കൃഷ്ണനായർ ജയൻ എൻ്റെ മുമ്പിൽ കൂടി നടന്നു പോയപ്പോൾ ഞാൻ വിളിച്ചു, ഹലോ കൃഷ്ണനായർ, ചേച്ചി, ഇദ്ദേഹം വലിയ ഗൗരവക്കാരനായിരുന്നു, ഇദ്ദേഹം ഒന്നും ആരോടും മിണ്ടത്തില്ല. അതാണ് എൻ്റെ സത്യം. എന്നിട്ട് ആ ചങ്ങാതിയാണ് പറയുന്നത്, ജയൻ എന്നോട് പറഞ്ഞിരുന്നു എനിക്കിങ്ങൊരു മകനുണ്ടെന്ന്. ബോധപൂർവമായിട്ട് ആ ഒരു വ്യക്തിത്വത്തെ മോശപ്പെടുത്തുകയാണ് അവർ ചെയ്യുന്നത്. ഇത് മഹാപാവമാണ്. അങ്ങനെ ആര് ചെയ്താലും ശരി തന്നെ അവരാരും തന്നെ ഉണ്ടല്ലോ സ്വന്തം മനസാക്ഷി വേട്ടയാടത്തില്ലേ. ഇപ്പം ഞാനാണ് എൻ്റെ അണ്ണനെ കുറിച്ച് എനിക്ക് വേണമെങ്കിൽ കൈയടിക്കാതെ, കാരണം നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യും. കാര്യം എന്താ, ആൾക്കാർക്കെല്ലാം ഇത് അഴുക്കിനാണ് ശക്തി. നമ്മുടെ കാലഘട്ടത്തിൽ നല്ലതിനല്ല ശക്തിയുള്ളൂ, അഴുക്കിനാണ് ശക്തി. അപ്പം ഞാനും ഒന്ന് കൈയടിച്ചാൽ മതിയല്ലോ. അപ്പം നിങ്ങളെല്ലാം ജയകുമാർ സാർ ഇന്നത് പറഞ്ഞു, പിന്നെ ഇന്നാടാന്ന് പറഞ്ഞു, ഈ ഇപ്പം പറയുന്ന ഒരു 8, 10, 100 ലക്ഷം ഇതല്ല ഇതിൻ്റെ സത്യം. അങ്ങനെ നമ്മൾ സത്യത്തിന് വേണം. നമുക്കെല്ലാം ഉണ്ട്, ഇപ്പം കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അവർക്കെല്ലാം ഉണ്ട്. ഇപ്പം ജയനുണ്ട്, ജയൻ അനിയനുണ്ട്. അണ്ണൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ പോലും അണ്ണൻ്റെ അനിയനായിട്ടുള്ള, അണ്ണൻ്റെ അനിയൻ എന്ന് പറഞ്ഞാൽ അണ്ണനെ കുഞ്ഞിനെ പോലെ സ്നേഹിച്ചിട്ടുള്ള, സ്വന്തം കുഞ്ഞിനെ പോലാണ് സഹോദരനെ സ്നേഹിച്ചിട്ടുള്ളത്, അറിയോ? അപ്പം അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, കുടുംബമുണ്ട്, അദ്ദേഹത്തിൻ്റെ മക്കളുണ്ട്. അവർക്കൊക്കെ ഇവിടെ ജീവിക്കാനുള്ള അവകാശമില്ലേ? ചുമ്മാ എന്തെങ്കിലും കെട്ടിയിറക്കി കഥയും കൊണ്ടുവന്നിട്ട് അന്ന് അവകാശപ്പെടുവാണ്. എന്നിട്ടോ എന്ത് വായിക്കോ അപ്പാ, നിങ്ങളെന്താ ഭീഷണിപ്പെടുത്തുന്നേ? നിങ്ങളെന്തിനാണ് ആ വ്യക്തിത്വത്തിന് പിന്നെ കരിവാരി തേക്കുന്നേ? നിങ്ങൾ അവകാശപ്പെട്ടു, നമുക്കൊരു തർക്കമില്ല. എല്ലാം അദ്ദേഹത്തിൻ്റെ മക്കളല്ലേ. അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും അദ്ദേഹത്തെ ആരാധിക്കുന്നവരും, അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചിട്ട് ജനിച്ചിട്ടില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് പോലും അദ്ദേഹത്തിനോട് വലിയ ദൈവിക സഹജമായിട്ടുള്ള സ്നേഹവും ആരാധനയുണ്ട്. നമ്മളതൊന്നും നിഷേധിക്കുന്നില്ല. അവർ പലരും ആവശ്യപ്പെടും, എൻ്റെ മക്കളാണ്. ചില പെണ്ണുങ്ങൾ തന്നെ ഇപ്പം ഈ കണ്ണനാര് പരിചയപ്പെടുത്തിയിട്ട് ഒരു ലേഡി പിന്നെ എന്നെ വിളിച്ചിട്ട് കണ്ണൻ പറഞ്ഞു, പിന്നെ ചിറ്റപ്പാതെ, അവൻ എന്നെ ചിറ്റപ്പ, എൻ്റെ അച്ഛൻ്റെ കസിനാണ് ഞാൻ, എന്നാലും അവൻ ചിറ്റപ്പാന്നാണ് വിളിക്കുന്നത്. പിന്നെ ചിറ്റപ്പാതെ, ഇങ്ങനൊരു ലേഡി നമ്മുടെ ബന്ധുവാണെന്ന് പറയുന്നു. ബേബി, അവനും വിളിക്കുന്ന ബേബിയാണ്, ജയനെ ബേബി എന്നാണ് വിളിക്കുന്നത്. കുഞ്ഞുനാൾ വരെ അവനെങ്ങനെ വിളിച്ചിട്ടുള്ളൂ, അപ്പച്ചി പറഞ്ഞു കൊടുത്തിട്ട്. അപ്പം ബേബി ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ ബേബിയായിട്ട് വലിയ ഇഷ്ടമായിരുന്നു, വലിയ പ്രേമമായിരുന്നെന്നും കല്യാണം കഴിക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എടാ പോണേ, അത് എൻ്റെ അറിവിലില്ല അങ്ങനെ കൊല്ലത്തുനിന്ന് ആരായിട്ടുള്ളൂ. ഒരു ആദാഭാസം ഉണ്ടായിരുന്നു, അവർ ഒരു വാച്ചൊക്കെ കൊടുത്തു. പക്ഷെ അവരായിട്ട് പ്രേമമൊന്നും അല്ലായിരുന്നു, അടുത്ത് താമസിച്ചിരുന്ന അവരുമായിട്ട് സഹോദര സദൃശമായൊരു ഇതായിരുന്നു. പിന്നെ വേറെ 1-2 കേസുണ്ട്. അതിപ്പം ഇവിടെ ഉള്ളതല്ല എന്ന് ഞാൻ പറയാം, കൊല്ലത്ത് ഉള്ളതല്ല. പിന്നെ കൊല്ലത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എൻ്റെ അറിവിൽ ഒരു ബ്രാഹ്മണ സ്ത്രീയായിരുന്നു അത് ഞാൻ അറിഞ്ഞിട്ടുള്ളത്, അല്ല നമ്മുടെ സമുദായമല്ല എന്നാണ് ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞു. അവരുടെ പേര് ഞാൻ മറന്നുപോയപ്പോൾ ആ പേര് ഞാൻ പറയുന്നില്ല, കാര്യം അതൊക്കെ കോൺട്രവേഴ്സി ആവും. അപ്പോൾ അതാണെന്ന് പറഞ്ഞു, അല്ലാതെ ഇതല്ലെന്ന് പറഞ്ഞു. അല്ല എന്ന് വെച്ചിട്ടപ്പോൾ ഒന്ന് വിളിക്കട്ടെ, ഒന്ന് അറിയട്ടെ, അവർ പറയുന്നത് അങ്ങനെയല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വിളിക്കട്ടെ എന്ന് പറഞ്ഞു. വിളിച്ച് ഞാനിങ്ങനെ ചോദിക്കുമ്പോഴാണ് ഈ ചങ്ങാതി പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമുക്കറിയാമല്ലോ കൊല്ലത്തെ വീട് നമുക്കറിയാം. തൊട്ട് തെക്ക് വശത്ത് അവിടുത്തെ വീടുമായിട്ട് ബന്ധപ്പെട്ട കാവുണ്ട്, തൊട്ട് പിന്നെ പടിഞ്ഞാറോട്ടുള്ള വഴിയുണ്ട്, കിഴക്കോട്ട് ഒരു ഇടുങ്ങിയ വഴി കൂടെ മറ്റേ നമ്മുടെ തോട്ടിൽ കായലിൽ ഇറങ്ങി അവിടെ പോകുന്നുണ്ട്. പിന്നെ നാണി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, വടക്കോട്ട് ഓലക്കടവിലോട്ട് പോകുന്ന പിന്നെ ആ ചെറിയ റോഡ്, ഇതൊക്കെയാണ് അവിടുത്തെ പിന്നെ ചുറ്റും ഉള്ള പിന്നെ അടയാളം എന്ന് പറയുന്നത്. വീടിൻ്റെ തൊട്ട് പടിഞ്ഞാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പാവങ്ങളായിട്ടുള്ള അല്ലേ, അതിനകത്തൊരു ഗോപിനാഥൻ പിള്ള എന്ന് പറഞ്ഞാൽ ഒരാൾ, അയാൾ 2ാം ഘട്ടം അവിടെ നിന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചോട്ട് ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പം അവരൊക്കെ ഉണ്ട്. അപ്പം ഇവർ പറഞ്ഞു വരുന്നതിനകത്ത് എനിക്ക് ഒരു ഗുരുത്വവും വരുന്നില്ല. അത് ചോദിച്ചു വന്നപ്പോഴെന്താണ്, അവർക്ക് അനിയനെ, ജയൻ്റെ അനിയനായിട്ടുള്ള സോമൻ നായരെ പത്തനംതിട്ട വെച്ചങ്ങാണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. ഈ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സോമൻ നായരല്ല എൻ്റെ സുഹൃത്ത്, അതിനൊരു വിലയില്ലല്ലോ, വിലയില്ലാണ്ടല്ല. അങ്ങേര് നല്ല എൻ്റർപ്രണറായിരുന്നു, നല്ല സുന്ദരനായിരുന്നു, നല്ല കഴിവുള്ള ആളാണ് അനിയണ്ണൻ, മനസ്സിലായി, എല്ലാ കഴിവുള്ള ആളാണ്. അണ്ണൻ്റെ വഴിക്ക് പോയായിരുന്നു. അണ്ണന് ലോകോത്തരനായിരുന്നു. ബേബിയണ്ണൻ സിനിമാ രംഗത്ത് സുന്ദരനും വലിയ ആരോഗ്യമുള്ളതൊക്കെ ആണ്, പൗരുഷത്തിൽ പതിവാണെങ്കിൽ എനിയണ്ണൻ എന്ന് പറഞ്ഞാൽ നല്ല എൻ്റർപ്രണറായിരുന്നു. അണ്ണൻ ആ മേഖല നിന്നാൽ മതിയായിരുന്നു. കശുവണ്ടി ബിസിനസ്, അല്ലെങ്കിൽ മാച്ച് ഫാക്ടറി ബിസിനസ്, അല്ലെങ്കിൽ പിന്നെ ഈ വസ്ത്ര നിർമ്മാണ രംഗം, ഇതൊക്കെ അണ്ണനും, അല്ലെങ്കിൽ ഡയറി ഫാം, ഇതൊക്കെ അണ്ണൻ നടത്തിയിരുന്ന ആളല്ല, അല്ലാതെ മോശക്കാരനല്ലായിരുന്നു, മനസ്സിലായില്ലേ? അപ്പം അണ്ണൻ മോശമെന്നല്ല പറയുന്നത്. പക്ഷെ എന്നാലും ആ അനിയനെ പരിചയപ്പെട്ടിട്ട് ആൾക്കാരെ അവകാശപ്പെടുന്നത് എന്തുവാണ്? നേരത്തെ എൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള
പിന്നെ സുഹൃത്ത് KGVയിലുള്ള സുഹൃത്ത് പറഞ്ഞോളാം, എടോ തനിക്ക് ജയന്റെ ബന്ധുവോ ഉപ്പാപ്പന്റെ മോനാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചങ്ങാതി പറഞ്ഞത്. ഞാൻ കണ്ടുകൊണ്ട് ആരെ യഥാർത്ഥ പരിചയം? സ്വന്തം അനിയനെ പരിചയമുള്ള അനിയനുമായിട്ടുള്ള ബന്ധങ്ങളാണ് ഇപ്പോഴും ഞാൻ പറയാതെ പറയുകയാണ് പലരും പല അവകാശമായിട്ട് വരുന്നത്. അതായത് സത്യം. പാവം പിടിച്ച ജയന് അക്കാര്യത്തിലൊക്കെ വളരെ നിരപരാധിയായിരുന്നു. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കറിയാം അണ്ണ ഇത് തീർച്ചയായിട്ടും അത് സംരക്ഷിച്ചിരിക്കും, അല്ലെങ്കിൽ പറഞ്ഞിരിക്കും. ഇതുവരെ കാര്യം പറയും. അങ്ങനെ പറയണമെങ്കിൽ ആരടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ ശ്രീമാനത്തിന്റെ അടുത്ത് പറയണം. തീർച്ചയായിട്ടും അത് തടസ്സമൊന്നും. പ്രേം നസീർ സാക്ഷാൽ നസീറിനോട് പറയണം, അല്ലെങ്കിൽ ഭാര്യയോട് പറയണം, സീമയോട് പറയണം, IV ശശിയോട് പറയണം, അല്ലേ? അദ്ദേഹമായിട്ട് വളരെ അടുത്ത് സിനിമാ രംഗത്ത് അല്ലെ സ്വന്തം വസ്ത്ര മേക്കപ്പ് മാനായിരുന്ന ജയമോഹൻ സാറിനോട് പറയണം, അല്ലെ കലിയൂർ ശശി പോലുള്ള കോഴികൾ കൃഷ്ണനിലേക്ക് അപ്പൊ കലിയൂർ ശശി അല്ലെ ബാലങ്കൻ നായർ അവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരോട് ആണത്. അല്ലെങ്കിൽ ആരിഫാസിനുണ്ട് സിനിമ അല്ലേ, ആരിഫാസിനോട് പറയണം. അല്ലെങ്കിൽ ഈ അദ്ദേഹത്തിന്റെ പല സിനിമകളുടെയും തിരക്കഥയുള്ള പാപ്പനംകോട് ലക്ഷ്മണനോട് പറയണം. ഇവരോട് ആരോടും പറഞ്ഞിട്ടില്ല. ചില ആൾക്കാരെടുത്ത് ഒരു പോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പത്രം വന്നപ്പം അതിന് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആ ചങ്ങാതി എന്നോട് പറഞ്ഞ, ഞാൻ ഉള്ള കാര്യം പറയണം, എന്നോട് പറഞ്ഞ എന്താണ്, ഓ ജയില് ഒന്നും വലിയ ഗൗരവക്കാരനാ പോലെ അങ്ങനൊന്നും മിണ്ടത്തില്ല. അങ്ങനെ പോയപ്പോ ഞാൻ ചോദിച്ചപ്പോ ചേച്ചി അങ്ങനെ അങ്ങ് നടന്നുപോയി. എന്നിട്ട് പറയുന്നത് എന്തുവാണ്? അങ്ങനെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിത്വം, ആരുടെ വ്യക്തിത്വം വരച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു, ആരാധനയുണ്ടെങ്കിൽ ആരാധിച്ചോ, അവകാശപ്പെടുമെങ്കിൽ അവകാശപ്പെട്ടു. പക്ഷെ അതൊരു പ്രതികാരത്തിന്റെ ഭാഷയാവരുത്, അത് ഗുണപരമായിരുന്നു. നിങ്ങൾക്ക് വല്ല ഗുണവും മതി, നമുക്ക് ഒരു തർക്കമില്ല, നിങ്ങൾ മൊത്തം ഗുണം എടുത്തു. അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഫേബ്രിക്കേറ്റ് ചെയ്ത് കയറി വരാൻ പറ്റും? ചരിത്രത്തിൽ നിൽക്കുമോ? മനസ്സിലായത്? അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ വെല്ലുവിളി എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ കോടതിയൊക്കെ തീരുമാനിച്ച്, അല്ലെങ്കിൽ നമുക്ക് ഇത് ആർക്കതിന് സമയം അല്ലേ? എനിക്കിപ്പോ ഇതിന്റെ പുറം അടക്കാൻ പറ്റുമോ? എനിക്ക് പുറം അടക്കാൻ പറ്റത്തില്ല. ഞാൻ ധാരാളം പാർട്ടിയിലൊക്കെ പിന്നെ ഇടതുപക്ഷ പാർട്ടിയിലൊക്കെ വളരെ കാര്യമായി പ്രവർത്തിക്കുന്ന മനുഷ്യനാണ്. നമ്മളെയൊക്കെ സമൂഹം നോക്കുന്നുണ്ട്, ഇന്നാൻ എങ്ങനെയാണ് പെരുമാറുന്നത്. ഞാൻ CPM-ന്റെ ഒക്കെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകൻ. മനസ്സിലായില്ല? സമൂഹം നോക്കുക നമ്മളെ, അല്ലെ നമ്മുടെ പാർട്ടിക്കാർ നോക്കുവാണ്. നമ്മുടെ പാർട്ടി ഒരു വീഡിയോ വലിച്ചായിട്ട് പാർട്ടി ചോദിക്കേ എന്താണ് സാറേ നിങ്ങൾ വീഡിയോ വലിച്ചിരിക്കുന്നത്, അതാണ് നമ്മുടെ പാർട്ടി. അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട അങ്ങനൊരു പാർട്ടിയുടെ ഒരു മേഖലയിലോട്ട് നമുക്ക് വരാനൊക്കത്തില്ല. KGയുടെ ഭാരവാഹിയായിരുന്ന മനുഷ്യനായ ഞാൻ NGOയുടെ ഭാരവാഹിയായിരുന്നു. 2002 സമരത്തിനകത്ത് ചെങ്ങന്നൂർ പിന്നെ സജി ചെറിയ സാർ, അത് മന്ത്രിയായിരുന്നല്ലോ, അദ്ദേഹമൊക്കെ സാംസ്കാരിക വകുപ്പ് മന്ത്രി, അദ്ദേഹമായിട്ടൊക്കെ വളരെ അടുത്ത് നിന്ന് അവരൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് സമര രംഗത്തൊക്കെ. അപ്പൊ അവരൊക്കെ ചോദിക്കും, വീഡിയോ വെച്ച് ചോദിക്കും എന്താ. അപ്പൊ അവിടെ നമ്മൾ ഈ ഒരു കോൺട്രവേഴ്സി നമ്മൾ യഥാർത്ഥം തയ്യാറാണ്. ഒരു കുഞ്ഞുണ്ട് നമ്മളെല്ലാം നമ്മൾ 100% അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. സത്യമാണെങ്കിൽ എൻ്റെ മനസാക്ഷി പറയും, ഞാൻ എൻ്റെ മനസാക്ഷി കള്ളം പറയത്തുള്ളൂ. എൻ്റെ മനസാക്ഷി പറഞ്ഞാണെങ്കിൽ ഒരു കുഞ്ഞ് എങ്ങുമില്ല. പണ്ടെങ്കിൽ ഞാൻ അറിയും 3 വർഷം ഞാൻ ആ വീട്ടിലുണ്ടായിരുന്നു. അപ്പയ്ക്ക് പറഞ്ഞെങ്കിലും അറിയും ആരും സംരക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ സംരക്ഷിക്കുക കുഞ്ഞിനെ. അതല്ല നിങ്ങൾ സത്യം പറഞ്ഞിട്ട് പോവാം. ചിലപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ ഇന്റർവ്യൂ പറഞ്ഞത്, ചിലപ്പോൾ എനിക്ക് എൻ്റെ കസിൻസ് വല്ലതും കാണുമായിരിക്കും, അന്നത്തെ സമകാലീനായിട്ടുള്ള പിന്നെ പല ആൾക്കാർ കാണുമായിരിക്കും. അവരെ ആരെങ്കിലും ആണെങ്കിലും ഈ പറയുന്ന കാര്യം അണ്ണനല്ലോ നീ ആരുടെ DNA എടുക്കുന്നത്, അനിയനല്ല, പിന്നെ വേറെ ആരുടെ DNA എടുക്കുന്നത്, പിന്നെ ഞങ്ങളുടെ കസിൻസിന്റെ ആയിരിക്കും. ചിലപ്പോൾ ഏതെങ്കിലും കസിൻസിന്റെ അല്ലാന്ന് എങ്ങനെ അറിയും? അപ്പൊ അതിന്റെ ജെന്യൂനിറ്റി സംശയത്തിലല്ലേ. ഇത് ആരാണ് തീരുമാനിക്കേണ്ടത്? കോടതിയാണ് തീരുമാനിക്കേണ്ടത്. കോടതി പറയട്ടെ. ഇവിടെ ആരാണ് കള്ളം പറയുന്നത്? ഈ പറയുന്ന ആൾക്കാർ അണ്ണനുമായിട്ട് പ്രായം കൂടുതലുള്ള ആൾക്കാരാണ്. അതാണ് സങ്കടം. കല്യാണം കഴിച്ച് 2 കുഞ്ഞുങ്ങളുണ്ട്, അദ്ദേഹത്തെ പ്രായം കൂടുതലുണ്ട്. അപ്പൊ ആരാണ് അപരാധം ചെയ്തത്? ആരാണ് തെറ്റ് ചെയ്തത്? ഈ പാവപ്പെട്ട മനുഷ്യൻ പല പറഞ്ഞു. അപ്പൊ നമ്മൾ ഇതൊക്കെ പരിശോധിച്ചിട്ട് വേണം നമ്മൾ സത്യത്തിലൂടെ നിൽക്കാവൂ. അല്ലേ? ലോകത്ത് ഒരു സത്യമല്ലാത്തതൊന്നും നിലനിൽക്കത്തില്ല കുഞ്ഞുങ്ങളെ. ആര് പറഞ്ഞാലേ എന്ത് പറഞ്ഞാൽ. പിന്നെ കുറച്ച് ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ കുറച്ച് ഫേബ്രിക്കേറ്റ് ചെയ്തോ കുറച്ച് ആഘോഷിക്കാമെന്നും അല്ലെങ്കിൽ കുറച്ച് സന്തോഷിക്കാം എന്നുള്ളത് കവിഞ്ഞിട്ട് സത്യത്തിനെ ഒന്നും നമുക്ക് മൂടി വെക്കാൻ പറ്റത്തൊന്നുമില്ല. ഒരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്. ഞാൻ ഈ ഒരു കോൺട്രവേഴ്സിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഇപ്പം മധുസാറൊന്നും ഒരിക്കലും പറയത്തില്ല. അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് കോൺട്രവേഴ്സി വന്നില്ലേ? മധുസാറിനെ കുറിച്ച് പണ്ട് ഏതോ ഒരു സ്ത്രീ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് വല്ല സത്യം ഉണ്ടായിരുന്നു. പിന്നെ തെളിയിച്ചു വന്നപ്പോൾ നിരപരാധിയാകുന്നില്ലേ? ഇന്ന് പണം ഉണ്ടായിരുന്നെങ്കിലോ?
അണ്ണൻ ഉള്ളപ്പം അതല്ലേ വേണ്ട. സത്യസന്ധത ഉള്ളവരാണെങ്കിൽ ഉള്ളപ്പം വേണം, അല്ലെ അനിയനുള്ളപ്പം വേണം. അതും കഴിഞ്ഞ് അതിന്റെ എല്ലാം കഴിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ട്, സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുമല്ലേ. അല്ലാതെ നമ്മളിപ്പോൾ കഴിവുണ്ട്, എനിക്ക് കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സിനിമയിലെ നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന ആളായിരുന്നു. അണ്ണൻ വരയ്ക്കുന്നിടാ നീ പഠിക്കുന്നത് പറ്റിയല്ല, നീ പഠിക്കാനുള്ളതൊന്നും കുത്തിയൊന്നും പഠിച്ചു. മനസ്സിലായി, ഇത് ഭയങ്കര പിന്നെ കോമ്പറ്റീഷനുള്ള ഫീൽഡാണ്. അണ്ണൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ കാര്യം നോക്കിയതുകൊണ്ട് എനിക്കൊരു ജീവിതമുണ്ട്. നമ്മൾക്കെല്ലാം എന്താണ് മോശം, ആരാണ് മോശം? എല്ലാ വ്യക്തിത്വങ്ങളും ഇവരൊക്കെ കുറച്ച് ഔട്ട്സ്റ്റാൻഡിങ് ആയി പോയെന്നുകൊണ്ട് അവർ കിടന്ന് കഷ്ടപ്പെട്ട് നമ്മൾ കാണുന്നില്ലേ. അവർക്ക് തുറന്നു ഇപ്പോൾ ഒരു സിനിമ ആണ്. ഇപ്പം ശ്വേതാമേനോൻ ഇപ്പം പിന്നെ അമ്മയുടെ പ്രസിഡന്റായിട്ട് വന്നല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട ആ അമ്മ പിന്നെ അതിൻ്റെ പ്രസിഡന്റായിട്ട് അമ്മ എന്നെക്കാൾ വളരെ ഇളയതാണ് അല്ലേ. അവരെന്നാൽ വളരെ ബ്രില്യൻ്റായ സ്ത്രീയാണ്, വളരെ വിദ്യാഭ്യാസമുള്ളതാണ്, വളരെ ഉന്നതമുള്ള ജാതയാണ്. പിന്നെ സൗന്ദര്യപ്പെട്ടത്തിന് വേട് പിന്നെ റണ്ണറപ്പായിരുന്നു അവർ. വളരെ വലിയൊരു വീട്ടിലെ ആളാണ് സേവനം. അവരെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞുണ്ടാക്കി. എടാ അവരുടെ സ്വകാര്യത നിങ്ങളെന്താ പീപ്പിംഗ് ത്രൂസ് അതേ സ്ലോസും പറഞ്ഞുകൊണ്ട് അവരവരെ വ്യക്തിത്വമുണ്ട്, അവരുടെ സ്വകാര്യതയുണ്ട്. അവരൊക്കെ വളരെ ജീനിയസുകളാണ്, സുന്ദരികളാണ്, ഈശ്വരൻ അനുഗ്രഹിച്ചിട്ടുള്ള ആൾക്കാരാണ്. അവരെ തേജോധം ചെയ്ത് എന്ത് സുഖമാണ്. അപ്പം വിഷമിപ്പിക്കുക, കുഴപ്പത്തിലാക്കുക, താറടിക്കുക, എന്നിട്ട് സ്നേഹിക്കുക. അണ്ണൻ ചത്തുപോയില്ലേ, ഇനി അണ്ണൻ അറിയുന്നുണ്ടോ ഇതൊക്കെ? ആ ആത്മാവ് പൊറുക്കൂ. അദ്ദേഹത്തിന്റെ അനിയന്റെ കുടുംബങ്ങളെ, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ മൊത്തം വിഷമത്തിലാക്കുന്നു. സഹിക്കൂ? ഒരിക്കലും ആത്മാവ് സഹിക്കത്തില്ല. ഇതൊക്കെ മഹാ അപരാധമാണ്. ഇത് അതാ പറയുക, ഈ സമൂഹത്തിലൊരു നിയമമില്ലേ, ഒരു രാജ്യത്തൊരു നിയമമില്ലേ. ഈ നിയമം ഒന്നും നോക്കണ്ടേ? ഒരിക്കലും ഇപ്പൊ ഈ കോൺട്രവേഴ്സിയിൽ ഞാൻ പറയാമല്ലോ, ആദ്യം ഈ പത്രത്തിൽ വന്നപ്പം തന്നെ ആ കുടുംബം, അനിയന്റെ കുടുംബം, ആ ചേച്ചി കേസിന് പോയിട്ട് അന്ന് വളരെ തള്ളിയതാണ്. ഈ വാർത്ത കൊടുത്ത മാതൃഭൂമി അന്ന് ഖേദം പ്രവർത്തിച്ച വാർത്ത ഇട്ടെന്നാണ് എൻ്റെ അറിവ്. അതൊക്കെ അവിടെ വെച്ച് തീർന്നെന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരുന്നത്. വീണ്ടും പൊക്കി എടുത്തോണ്ട് വരിക. അടുത്ത കാലത്ത് പിന്നെ പോലീസ് അധികാരികൾ, നമ്മുടെ രാജ്യത്ത് നിയമം വ്യവസ്ഥ അതല്ലേ, പോലീസ് അധികാരികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അന്വേഷണം നടത്തിയിട്ട് അങ്ങോട്ടൊരു മോഹൻ ജയിലില്ലെന്ന് അടിവരായിട്ട് പോലീസ് അധികാരികൾ സാക്ഷ്യപത്രം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതൊന്നും വിശ്വസിക്കത്തില്ല. അല്ലെ ബന്ധുക്കളായിട്ടുള്ള നമ്മൾ പറയുവാണ്, ഞാൻ അദ്ദേഹത്തിന്റെ കസന ഞാൻ ആ വീട്ടിലുണ്ടായിരുന്ന. ഈ പറയുന്ന പല വാർത്തകളും സത്യത്തിന്റെ ഏഴേഴത്തോളം വരാത്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന മൊത്തം. എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാനതാ പറഞ്ഞത്, ചിലപ്പോ ആകാം ഞാനോ എന്നെ പോലുള്ള ഏതെങ്കിലും കസിനോ, ഞാനൊക്കെ എത്ര ഇളയതാണ്, അല്ലെങ്കിൽ അനിയനെന്നോ ഒക്കെ ആകാം ഞാൻ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. അല്ല ജയനല്ലെന്ന് അന്ന് ഞാൻ പറയുന്നുണ്ട്. D4 മാൻസ് ക്ലബിന്റെ ആദ്യത്തെ ഇൻട്രയ്ക്ക് വളരെ കാര്യം എനിക്ക് അറിയാവുന്നതുകൊണ്ടാ. കാര്യം മനസ്സ് കള്ളം എന്ന് വന്നപ്പോൾ നിങ്ങൾ മുമ്പിൽ കള്ളം പറയാൻ പറ്റും എനിക്ക്. അപ്പൊ അദ്ദേഹം മരിച്ചു പോയെങ്കിൽ പോലും മലയാള സിനിമയ്ക്ക്, മലയാള കലാരംഗത്ത് നമ്മളെല്ലാം ആരാധിക്കുന്ന, നമ്മളെല്ലാം ബഹുമാനിക്കുന്ന, നമ്മളെല്ലാം വളരെ ഒരു സവിശേഷമായ ബിംബമായിട്ട് കൊണ്ടു നടക്കുന്ന ആ വ്യക്തിത്വത്തിനെ കരിവാരിത്തേക്കുക, അദ്ദേഹത്തിന്റെ കുടുംബത്തെ മോശപ്പെടുത്തുക, അല്ലെ അവർ ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുക, ഇതൊക്കെ മഹാപാതകമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ആ വിധത്തിലുള്ള പ്രവർത്തികളിൽ നിന്ന് ആരാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അത് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ നല്ലത് പ്രൊമോട്ട് ചെയ്യും. അപ്പൊ അവകാശം ശരിയാണ്. ആ കുഞ്ഞിന് ചിലപ്പം ആയിരിക്കും നമ്മൾ വേറെ എന്തെല്ലാം ചെയ്ത് കഴിവുണ്ടെങ്കിൽ കയറി വരുമല്ലോ. ഇല്ല സിംഹത്തിന്റെ കുഞ്ഞ് സിംഹം അല്ലാതെ പിന്നെന്തോ മാനാവത്തൊന്നുമില്ലല്ലോ. എന്ന് കേൾപ്പം അണ്ണനെ ആരും വളർത്തിയും പിടിച്ചൊന്നുമല്ലല്ലോ. അണ്ണനെ ഉണ്ട്, നല്ല കുടുംബമായിരുന്നു, നല്ല സമ്പത്തുള്ള കുടുംബമായിരുന്നു, നല്ല കലാകാരന്മാരുള്ള കുടുംബമായിരുന്നു. എൻ്റെ അച്ഛനൊരു സർക്കാർ സർവീസിൽ നിന്ന് ഡോക്ടറാണ്. അങ്ങേരെ സ്വന്തം അമ്മാവനാണ് ഈ ജയന്റെ സ്വന്തം അമ്മാവനാണ്. ആ അച്ഛന്റെ കല്യാണം നടത്തുന്ന ജയന്റെ അച്ഛനാണ്. മനസ്സിലായില്ലേ? അപ്പം ഞങ്ങൾക്ക് ആർക്കും അറിയാത്ത രഹസ്യം തന്നെയല്ല ഈ ഞാൻ അറിഞ്ഞത്. ഇളയ അനിയാണ്, ജയന്റെ അനിയൻ കല്യാണം കഴിക്കുമ്പോൾ അണ്ണനെതിരായിട്ട് ഒരു കേസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ കൊണ്ടുകൊടുത്തെന്നും അന്ന് ആ വിഷമമായിട്ട് അണ്ണൻ വരുന്നുണ്ട്. എവിടെ വരുന്നുണ്ട്? ദേവരക്കര വരുന്നുണ്ട്. അത് ഞാനല്ല പറഞ്ഞത്. ബാലകൃഷ്ണനുള്ള അണ്ണന്റെ ബന്ധുവായിട്ടുള്ള ആ വീടുമായിട്ട് നിരന്തരം സേവിക്കുന്ന ബാലകൃഷ്ണനുള്ള അദ്ദേഹത്തെ ഇന്റർവ്യൂ പറയുന്നുണ്ട്. ജയന് പിന്നെ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ഇങ്ങനൊരു വിഷമം ഉണ്ടായപ്പോൾ അനിയനെതിരായിട്ട്, അനിയന്റെ കല്യാണ സമയത്താണ്